ഒഡീഷയിൽ ഒരു സംഘം മോഷ്ടാക്കൾ വൈദികർക്ക് നേരെ ആക്രമണം നടത്തി. ജാർസുഗുഡ ജില്ലയിൽ സൊസൈറ്റി ഓഫ് ഡിവൈൻ വേർഡ് നടത്തുന്ന സെന്റ് അർണോൾഡ് പ്രൈമറി സ്കൂൾ പ്രവർത്തിക്കുന്ന ബാഗ്ദേഹി മിഷൻ സ്റ്റേഷനിൽ ഏപ്രിൽ 10-നാണ് ആക്രമണം നടന്നത്. അടുത്തുള്ള സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ കടന്ന് തോക്ക് ചൂണ്ടി വനിതാ അധ്യാപകരെ ഭീഷണിപ്പെടുത്തുകയും കൊള്ളയടിക്കുകയും ചെയ്തു. തുടർന്ന് വൈദികർക്ക് നേരെ ആക്രമികൾ തിരിയുകയായിരുന്നു. കർട്ടൻ വടികളും കസേരകളും ഉപയോഗിച്ചാണ് മോഷ്ടാക്കൾ വൈദികരെ ആക്രമിച്ചതെന്ന് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ അനുരഞ്ജൻ ബിലുങ് പറഞ്ഞു. അവർ മൊബൈൽ ഫോണുകൾ നശിപ്പിക്കുകയും തുടർന്ന് വൈദികരുടെ കൈകളും കാലുകളും കയറുകൾ കൊണ്ട് കെട്ടി മുറിയിൽ പൂട്ടിയിട്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാത്രി 9:30-ഓടെ ഒരു ഡസനോളം പേരടങ്ങുന്ന സായുധ സംഘം 1 ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും മൊബൈലും ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊള്ളയടിച്ചു. പാതിരാത്രി കഴിഞ്ഞിട്ടും പുരോഹിതരെയും അധ്യാപക ജീവനക്കാരെയും അവരുടെ കുടുംബങ്ങളെയും ഭയപ്പെടുത്തുന്നത് തുടർന്നു. പുരോഹിതന്മാർ എവിടെയാണ് താമസിക്കുന്നതെന്ന് അക്രമികൾ ഭീഷണിപ്പെടുത്തി ചോദിച്ചറിഞ്ഞു. സ്കൂളിൽ നിന്നും സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ നിന്നും 50 മീറ്റർ അകലെയുള്ള അവരുടെ താമസ സ്ഥലം കാണിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അക്രമികൾ പോയതിനു ശേഷം മൊബൈൽ ഫോൺ ഒളിപ്പിച്ച വൈദികരിലൊരാൾ ക്യാമ്പസിന് പുറത്ത് താമസിച്ചിരുന്ന സ്കൂളിലെ ഒരു ജീവനക്കാരനെ സംഭവം അറിയിച്ചു. അല്പസമയത്തിന് ശേഷം ഇവരെ രക്ഷപ്പെടുത്തി അടുത്തുള്ള ചർച്ച് ഡിസ്പെൻസറിയിൽ എത്തിച്ച് പ്രഥമ ശുശ്രൂഷ നൽകി. പോലീസ് സംഘം എത്തി വൈദികരുടെയും അധ്യാപകരുടെയും മറ്റ് ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തി. ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ വൈദികൻ തിരുവോസ്തിക്ക് പകരം പൊട്ടറ്റോ ചിപ്സ് ആശീർവദിച്ച് നൽകുന്നതായി രംഗമുള്ള പരസ്യം പിൻവലിച്ച് ഇറ്റാലിയൻ കമ്പനി. അമിക ചിപ്സിന്റെ പരസ്യം മാധ്യമങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ ദ ഇറ്റാലിയൻ അസോസിയേഷൻ ഓഫ് റേഡിയോ ആൻഡ് ടെലിവിഷൻ ലിസണേഴ്സാണ് ആവശ്യപ്പെട്ടത്. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. സെപ്റ്റംബറിൽ ഇന്തോനേഷ്യ, ഈസ്റ്റ് തിമോർ, പപ്പുവ ന്യൂ ഗിനിയ, സിംഗപ്പൂർ എന്നീ 4 രാജ്യങ്ങൾ പാപ്പ സന്ദർശിക്കുമെന്നറിയിച്ച് വത്തിക്കാൻ. സെപ്റ്റംബർ 2 മുതൽ 13 വരെയുള്ള പരിപാടി ഫ്രാൻസിസ് പാപ്പായുടെ ഏറ്റവും ദൈർഘ്യമേറിയ വിദേശ പര്യടനമായിരിക്കും. മുസ്ലിം ജനസംഖ്യയിൽ 1ാമതുള്ള ഇന്തോനേഷ്യയിൽ 80 ലക്ഷം കത്തോലിക്കരാണുള്ളത്. മ്യാൻമറിലെ കച്ചിൻ സംസ്ഥാനത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനിടെ വൈദികന് വെടിയേറ്റു. മ്യാൻമറിലെ വടക്കൻ മേഖലയിലെ മൊഹിനിൻ പട്ടണത്തിലെ സെന്റ് പാട്രിക്സ് ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഫാദർ പോൾ ക്യൂ ഷെയ്ൻ ഓങ്ങിനെ മുഖംമൂടി ധരിച്ച അക്രമികൾ വെടിവെക്കുകയായിരുന്നു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.